ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇത് ജൂൺ മാസം, തിരുഹൃദയ വണക്കമാസത്തിൻ്റെ മാസമാണിത്. അതുപോലെ തന്നെ ഇന്ന് ജൂൺ 4 ബുധനാഴ്ച പെന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടിയുള്ള, പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടിയുള്ള 10 ദിവസത്തെ ഒരുക്കം. അതിലെ 7-ാം ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ 7-ാം ദിവസമാണിന്ന്. സാധാരണ പോലെ പ്രാരംഭഗാനം പാടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മളിലേക്ക് ലഭിക്കാനായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് യേശുനാഥൻ. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന് ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഇതാണ് അഭിഷിക്തൻ്റെ മിശിഹായുടെ ലക്ഷണം. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ പൂർത്തീകരണമാണ് കുരിശിൽ നാം കാണുന്നത്. പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അഭിഷേകം നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഇങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക, അവൻ്റെ ജോലി പൂർത്തിയാക്കുക. അല്ലാതെ നമ്മുടെ ഭൗതികമായ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുകയും നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുകയും ചെയ്യുകയല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം ചെയ്യപ്പെട്ട യേശുനാഥൻ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു. അത് കുരിശിലൂടെയാണ്, സഹനത്തിലൂടെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയാൽ കുരിശിലൂടെ, സഹനത്തിലൂടെ പിതാവിലേക്ക് എത്തണം. അതാണ് അഭിഷിക്തരുടെ ലക്ഷണം. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കി നാം പ്രാർത്ഥിക്കണം. ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ പിതാവിൻ്റെ ഇഷ്ടം മാത്രം പ്രവർത്തിക്കണം. പിതാവിൻ്റെ ഇഷ്ടം മാത്രം പ്രവർത്തിക്കുന്നവനാണ് പരിശുദ്ധാത്മാവുണ്ട് എന്ന് പറയുന്ന വ്യക്തികൾ. പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? കുരിശിൽ കിടക്കണം. ആ ജോലി പൂർത്തിയാകണമെങ്കിൽ സഹനം ഏറ്റെടുക്കണം. നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക എന്നതല്ല പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ലക്ഷണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കും, കുരിശിൽ കിടക്കും, യാതൊരു കംപ്ലൈൻറ്റുമില്ലാതെ. എന്നിട്ട് അവസാനം പിതാവേ, ദാ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയിലുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ ഒരൊറ്റ ടെസ്റ്റിംഗ് ആണ് നടത്തേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവർ പിതാവിൻ്റെ ഇഷ്ടമാണ് നടത്തുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം, അതാണ് നടത്തുക. അതുപോലെ കുരിശിൽ കിടക്കാൻ തയ്യാറാണ്. എവിടെ നിന്ന് ദ്രോഹം കിട്ടിയാലും, എവിടെ നിന്ന് തള്ളിപ്പറച്ചിലുകളുണ്ടായാലും, എന്തെല്ലാം രോഗങ്ങൾ കടന്നുകൂടിയാലും, മരണം മുന്നിൽ വന്നാലും ഇത് പിതാവിൻ്റെ ഇഷ്ടമാണ് എന്ന തിരിച്ചറിവ് പരിശുദ്ധാത്മാവിനെ ലഭിച്ച വ്യക്തികളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാം സന്തോഷത്തോടെ അവർ സ്വീകരിക്കുകയും ചെയ്യും. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ശരിയായ അർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ ധൈര്യപൂർവം വിളിച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ പിതാവിൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. കുരിശിൽ കിടക്കണം, സഹനം ഏറ്റെടുക്കണം, അവസാനം ഈ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം. നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഒരുക്കമുണ്ടോ? വെറുതെ ആദരം കൊണ്ട് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നതല്ല. ആത്മാവ് വന്നാൽ
എന്തൊക്കെ പൂർത്തീകരിക്കണം, അത് പൂർത്തിയാക്കാനുള്ള മനസ്സുണ്ടോ നമുക്ക്? ഇന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാ ദിവസത്തെയും പോലെ മനസ്താപ പ്രാർത്ഥനയും എളിമയുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയും ചൊല്ലാം. ലേഖനം, ഫിലിപ്പിയർക്കുള്ള ലേഖനം 25:11. സുവിശേഷം യോഹന്നാൻ 20:19-23. ഇന്ന് ധ്യാനിക്കേണ്ടത് മുഴുവൻ ഇതാണ്. പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ സഹനം തന്നാൽ അത് ഏറ്റെടുക്കുമോ? ഒരു വലിയ മാറാരോഗം വന്നാൽ, നീ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി നിന്നെ വിട്ടുപിരിഞ്ഞു പോയാൽ നീ അത് സ്വീകരിക്കുമോ? അതോ ദൈവത്തെ പഴി പറയുമോ? ഏത് ദുരവസ്ഥയിലും നീ പിടിച്ചു നിൽക്കുമോ? പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ അങ്ങനെയും ഒരു അവസ്ഥ വരാം. പരീക്ഷണങ്ങൾ സഹിക്കുമോ? എങ്കിൽ ധൈര്യമായി ഇന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കാം. ആത്മാവ് നമ്മളിൽ വന്ന് നിറയട്ടെ. സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം നിലകൊള്ളാം. നമ്മുടെ ഏതൊരു യാത്രയും, ആത്മീയ യാത്രയും പിതാവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മാത്രമായിരിക്കണം. സമാപന പ്രാർത്ഥന ചൊല്ലാം. ആദ്യ ദിവസത്തെ പോലെ അവസാനം പരിശുദ്ധാത്മാവിൻ്റെ ഗാനവും ചൊല്ലാം. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോടുള്ള ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ജപമാല. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഒന്നാമത്തെ രഹസ്യം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. 10 പ്രാവശ്യം ചൊല്ലണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രണ്ടാമത്തെ രഹസ്യത്തിൽ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലണം. പിന്നെ തൃത്വസ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മൂന്നാമത്തെ രഹസ്യത്തിൽ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലണം. പിന്നെ തൃത്വസ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാലാമത്തെ രഹസ്യത്തിൽ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലണം. തൃത്വസ്തുതിയും ചൊല്ലണം. അഞ്ചാമത്തെ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. 10 പ്രാവശ്യം ചൊല്ലണം. ഒരു തൃത്വസ്തുതിയും ചൊല്ലണം. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പെന്തക്കുസ്താ ദിവസം സ്ലീഹന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. യേശുവിൻ്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. കൂദാശയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ബോധജ്ഞാനത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ജ്ഞാനത്താൽ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. വിവേകത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ആത്മശക്തിയുടെ കതിരുകളേകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. അറിവിൻ്റെ പ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ദൈവഭയത്തിൻ്റെ പ്രതീകമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദയയുടെയും നന്മയുടെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെയും സൗമ്യതയുടെയും ആത്മസംയമനത്തിൻ്റെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എളിമയുടെയും ഐക്യത്തിൻ്റെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെയും ദൈവമക്കളുടെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ദൈവകൃപകളുടെ ഉറവിടമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വേദനകളുടെ ആശ്വാസമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യമായ പ്രകാശമേ, ജീവൻ്റെ ഉറവയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിഷേകമേ, മാലാഖമാരുടെ സന്തോഷമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, അപ്പസ്തോലന്മാരുടെ അധ്യാപകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ, സകല വിശുദ്ധരുടെയും ആനന്ദമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പൗത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് പൗത്രീകരിക്കണമേ. അങ്ങ് ഉന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയ അഭിഷേകവുമാകുന്നു. അങ്ങ് പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനവും 7 വിധ ദാനങ്ങളോടുകൂടിയനും ആകുന്നു. അങ്ങേ ദാനങ്ങളാലും വരങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിചാരങ്ങളിലും നൈർമല്യവും, സംസാരത്തിൽ വിനയവും, പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും, സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും, ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും, മറ്റുള്ളവരിൽ അങ്ങേ ദർശിക്കുവാൻ സ്നേഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഈ ജപമാല ചൊല്ലി നമുക്ക് ആത്മാവിനെ വിളിക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരീക്ഷണങ്ങളിൽ പെടുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ എല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി, സന്തോഷത്തോടെ സഹിക്കാനുള്ള ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ജീവിതം വളരെ സുഖമായി മുന്നോട്ട് പോകുമെന്ന്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവിനെയാണ് വിളിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചോദിക്ക്,
പക്ഷേ പിതാവിനോട് നമ്മൾ എത്രയോ കാര്യങ്ങൾ ചോദിച്ചു, ഭൗതികമായ കാര്യങ്ങൾ. വചനം പറയുന്നത് ആത്മാവിൻ്റെ കാര്യമാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും പിതാവ് നിങ്ങൾക്ക് നൽകും. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കണമെന്നാണ് കർത്താവ് പറയുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എത്രയധികമായി ആത്മാവിനെ കൊടുക്കുക, അളന്നല്ല ഞാൻ ആത്മാവിനെ കൊടുക്കുക. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുക്കാനും നമ്മുടെ ആത്മാവിനെ പിതാവിലേക്ക് സമർപ്പിക്കുന്നത് വരെ പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യാനും നമ്മെ സഹായിക്കും. അതിനുള്ള ധൈര്യം, ആത്മാവിനെ വിളിച്ച് ആത്മാവിനാൽ നിറയപ്പെടാൻ നമുക്ക് ഇന്ന് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. 9 ദിവസം, വെള്ളിയാഴ്ചയോടുകൂടി 9-ാം ദിവസം 9 ദിവസത്തെ നൊവേന കഴിയും. ഇന്ന് ബുധനാഴ്ച 7-ാം ദിവസം, വ്യാഴാഴ്ച 8-ാം ദിവസം, വെള്ളിയാഴ്ച 9-ാം ദിവസം. 9 ദിവസം നമ്മൾ ഈ നൊവേന ചൊല്ലിയതിന് ശേഷം 10-ാം ദിവസം ശനിയാഴ്ച പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള എല്ലാ പ്രാർത്ഥനകളും അന്നേ ദിവസം സമയമെടുത്ത് ചൊല്ലി നമ്മൾ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, പെന്തക്കുസ്തായ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോടൊപ്പം മട്ടുപ്പാവിലിരുന്നു കൊണ്ട്, നമ്മുടെ ഹൃദയമാകുന്ന മട്ടുപ്പാവിലിരുന്നു കൊണ്ട് നമ്മൾ അമ്മയുടെ ഒപ്പം ഈ പ്രാർത്ഥനകളെല്ലാം ആദ്യ ദിവസത്തെ മുതൽ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതെല്ലാം ചൊല്ലി ഞായറാഴ്ച പെന്തക്കുസ്താ തിരുനാളിന് വേണ്ടി ഹൃദയം ഒരുക്കി അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ഹൃദയം കൊടുത്ത് നമുക്ക് ആത്മാവിന് വേണ്ടി കാത്തിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈശോ നമ്മെ ആത്മാവ് കൊണ്ട് ജ്വലിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ആമീൻ.